السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. أما بعد، وقال الله تعالى في قرآن الكريم: ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين. സദഖല്ലാഹുൽ അലിയുൽ അളീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, എൻ്റെ ക്ലാസ്സുകൾ സശബ്ദം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം ഇന്ന് റമളാൻ 17 രാവിലെ ഫജ്റിന് ശേഷം ഏതാണ്ട് മണിക്കൂറുകളോളം നീണ്ടുനിന്ന ലോക ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയെടുത്ത ഏറ്റവും വലിയൊരു സ്വതന്ത്ര സമരം, ഒരു മിറാക്കുലസ് ഫൈറ്റ്, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഫ്രീഡം ഫൈറ്റ് എവർ സീൻ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി എന്നൊക്കെ നമുക്ക് വിശേഷിക്കാൻ പറ്റുന്ന അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളെ ഇറക്കിക്കൊണ്ട് സത്യവിശ്വാസികളെ സഹായിച്ച ആ ലോകത്തെ മഹാത്ഭുതം, അതാണ് അൽ ബദ്റുൽ കുബ്ര. അത് നടന്നത് നമ്മളൊക്കെ അതിനെ ഓർമ്മ പുതുക്കുമാർ ബദരീങ്ങളുടെ ആണ്ടും കാര്യങ്ങളൊക്കെ നാട്ടിൽ നടത്തി വരാറുണ്ട്. അവിടേക്ക് ഗദ്യപദ്യ സമാഹാരമായ ആ സഹാബത്തെ കിറാം ബദരീങ്ങളെപ്പറ്റി വർണ്ണിക്കുന്ന പദ്യങ്ങളൊക്കെ പാടാറുണ്ട്. ഏതായാലും ഓർമ്മിക്കുന്നത് നല്ല കാര്യമാണ്. ബദർ യുദ്ധം എന്നുള്ളത് കാരണം ഓർമ്മിക്കാൻ നിർവാഹമില്ല. നമ്മൾക്കിന്ന് മുസ്ലിമായി ജീവിക്കുന്നത് ആ ബദർ യുദ്ധത്തിൻ്റെ ഫലങ്ങളാണ്. നമ്മളത് മനസ്സിലാക്കണം. ആദ്യം നമ്മളിന്ന് മുസ്ലിമായി ജീവിക്കുന്നത് യഥാർത്ഥ മനുഷ്യരായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് തല ഉയർത്തി ജീവിക്കുന്നുവെങ്കിൽ അതിന് പ്രധാന കാരണം ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നടത്തിയ ത്യാഗോജ്വലമായ ബദർ യുദ്ധമാണ്. അത് കേവലം യുദ്ധമല്ല, അത് സംഭവബഹുലമായ ഒരു യുദ്ധമാണ്. നമുക്കറിയാം, ഹിജ്റ 2-ാം വർഷമാണ് യുദ്ധം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിഫൻസീവ് വാറിനെ പറ്റിയുള്ള കൽപ്പന ഇറങ്ങുന്നത്. ഉദിന ലില്ലദീന യുഖാതിലൂന ലിഅന്നഹും ളുലിമു എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും പീഡിതരായി, എല്ലാ നിലക്കും മക്കത്തു നിന്നും പല വിധേനയുള്ള പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിധേയമായിക്കൊണ്ട് പ്രവാചകരും സഹാബത്തെ കിറാമും, അതാണ് മുഹാജിരീങ്ങൾ, മദീനത്തേക്ക് ഹിജ്റ പോയി അവിടെ ആ പ്രവാചകരെയും സഹാബത്ത് കിറാമിനെയും സ്വീകരിച്ച അൻസാറുകൾ, ഇവരൊക്കെ അടങ്ങിയ ഒരു സമൂഹം, മദീനത്തുള്ള സമൂഹം. ഈ സമൂഹം, സത്യവിശ്വാസികളുടെ ഈ സമൂഹം സ്വന്തം വിശ്വാസം, സ്വന്തം ആദർശമനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. ജീവിതം മൊത്തം സ്വൈര്യക്കേട്. അവരെ ശത്രുക്കൾ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും നേതൃത്വം കൊടുക്കുന്ന ആ ഫനാറ്റിക് ബിലീഫ്സ്, അവരുടെ ആ ഷിർക്കൻ ചിന്താഗതി, അവർ കാഫിർ എന്ന് മാത്രമല്ല അൽ കാഫിർ അൽ ഹർബി, യുദ്ധം പ്രഖ്യാപിച്ച കാഫിര്യങ്ങൾ. അപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ച കാഫിര്യങ്ങൾ സത്യവിശ്വാസികളെ ഒരിക്കലും അവരുടെ ആദർശമനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ, അവരെ സ്വൈര്യം കെടുത്തുന്ന, അവരെ വിശ്വാസങ്ങൾക്കും ജീവിതത്തിനും ജീവനും ഒക്കെ ഭീഷണിയായി നിലകൊള്ളുന്ന ഒരു സമൂഹം, കുഫ്രിൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ അൽ കുഫാർ അൽ ഹർബി യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ആ യുദ്ധത്തിന് ദിഫാ ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിലെ ആ ദിവസം നിർണയിച്ചത്. ഹിജ്റ 2-ാം വർഷം റമളാൻ മാസം 17-ാം രാവിലെ എന്ന് പറയുമ്പോൾ രാവിലെ ഫജ്റിന് ശേഷമുള്ള ആ സമയത്താണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട്
കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ നീ വാഗ്ദാനം ചെയ്ത ആ വിജയം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അൻജിസ് ലി മാ വഅദ്തനി ഖദ് അതത് ഹാദിഹിൽ ഖുറൈശ് ബിജമീഇ ഖുയലാഇഹ വഫഖ്രിഹ ഇൻ തുഹ്ലിക ഹാദിഹിൽ അസാബത ലൻ തുഅബദ് ഫിൽ അർദ് അബദ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് തസ്തഗീഥു റബ്ബഹു എന്ന് ഖുർആൻ എടുത്ത് പറഞ്ഞത്, അള്ളാഹുവിനോട് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അൻജിസ് ലി മാ വഅദ്തനി, അല്ലാഹുമ്മ അൻജിസ് ലി മാ വഅദ്തനി, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി ആ വാഗ്ദാനം അള്ളാഹുവേ നീ പൂർത്തി തരണമേ. ഈ യുദ്ധമുണ്ടാകുന്നത് സത്യനിഷേധികളെ കൊല്ലാൻ വേണ്ടിയല്ല. സത്യനിഷേധികളിൽ, കാഫിറുകളിൽ, സത്യനിഷേധികളിൽ, മുശ്രിക്കുകളിൽ യുദ്ധം പ്രഖ്യാപിച്ചവർ, മുസ്ലിങ്ങളുടെ വിശ്വാസവും മുസ്ലിങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യം അതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തടയപ്പെട്ടപ്പോൾ ആ പാരന്തത്വത്തെ തടയാൻ വേണ്ടി, അതിനെ നേരിടാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ മലക്കുകളെ 5000 വരുന്ന മലക്കുകളെ ഇറക്കിക്കൊണ്ടുള്ള ഒരു യുദ്ധം. അതാണ് അൽ ബദ്ർ അൽ കുബ്ര. കേവലം യുദ്ധമല്ല, അതുപോലെ കാഫറുകളെ കൊല്ലുന്ന യുദ്ധമല്ല, മറിച്ച് ഹർബിയായ കാഫറുകൾ, നമ്മളെ യഥാർത്ഥ വിശ്വാസം അനുസരിച്ച് യഥാർത്ഥ മനുഷ്യനായി അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ആകാശഭൂമിയുടെ നാഥനായ അള്ളാഹു അംഗീകരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലും റുബൂബിയത്തിലും ഒരു ശിർക്കും ചെയ്യാതെ യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ ആ ആശയം, ആദർശം തടയപ്പെടുമ്പോൾ, മുസ്ലിങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകുമ്പോൾ നടത്തേണ്ട യുദ്ധമാണ് ഡിഫൻസീവ, അല്ലെങ്കിൽ അൽ ഗസ്വ് അദ് ദിഫാഇയ, അൽ ജിഹാദ് ദിഫാഇ. ജിഹാദ് 2 വിധത്തിലുണ്ട്. ഇസ്ലാം ജിഹാദ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നില്ല, പക്ഷെ നിർണായക ഘട്ടത്തിൽ, ഇതുപോലത്തെ ഘട്ടങ്ങളിലൊക്കെയാണ് ജിഹാദ് ചെയ്യേണ്ടത്. പിന്നെ മുസ്ലിം ലോകം ശക്തരായി ജീവിക്കുമ്പോൾ ജിഹാദ് തൊലകൊണ്ട് അങ്ങോട്ട് പോയിട്ട് ശത്രുക്കളെ ദഅവത്ത് നടത്തിക്കൊണ്ട് ഇസ്ലാം ക്ഷണിക്കുന്ന ജിഹാദുണ്ട്. അതും ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ നിർബന്ധമായിട്ടുള്ള ജിഹാദ് ദിഫാ ആണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നുണ്ടായിരുന്ന ജീവിച്ചുകൊണ്ടിരുന്ന പ്രഗത്ഭരായ സഹാബത്തെ കിറാം 313 മുതൽ 319 വരെ കണക്കുണ്ട്. ഈ സഹാബത്തെ കിറാം അവരുടെ ത്യാഗോജ്ജലമായ, അവരുടെ പരിപൂർണമായ സമർപ്പണമായിരുന്നു ആ യുദ്ധം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിലും തസ്കിയത്തിലും വളർന്നു വന്ന ലോകത്തെ ഏറ്റവും പരിശുദ്ധരായ മനുഷ്യർ. ഖുർആൻ പറഞ്ഞതുപോലെ ഉലൈക ലഹുമുൽ ഖൈറാത്ത്, എല്ലാ നന്മകളുടെയും വക്താക്കളായ പ്രഗത്ഭരായ സഹാബത്തെ കിറാം. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഹ്തദൗ, ഏത് സ്വഭാവത്തിലാണോ അള്ളാഹുവിൻ്റെ റസൂൽ ആ തസ്കിയത്തിലൂടെയും തർബീയത്തിലൂടെയും നന്നാക്കിയെടുത്ത സഹാബത്തെ കിറാം ഏത് രൂപത്തിലാണോ ഈമാൻ ഉൾക്കൊണ്ടത്, ആ രൂപത്തിൽ ഈമാൻ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ഹിദായത്ത് ലഭിക്കുന്നത്. ഈ പ്രഗത്ഭരായ സഹാബത്തെ കിറാം അവർ ഈ കാര്യം നമ്മുടെ നാട്ടിൽ ഓതുന്ന മൗലീദ്, സാധാരണ ഇപ്പോൾ എല്ലാ കൊല്ലവും 16-നോ 17-നോ ദിവസങ്ങളിൽ രാത്രിയായിട്ട് പല സ്ഥലങ്ങളിലും ബദർ ദിനം കൊണ്ടാണ്, ബദർ രാത്രി അല്ലെങ്കിൽ ദിനം, അന്ന് ഓതുന്ന ഒരു മൗലൂദാണ് ബദർ മൗലൂദ്. അതിൽ ചില വരികളൊക്കെ ഉണ്ട്. ആ ബദർ മൗലൂദിലെ വരികളും അതിൻ്റെ ഗദ്യപദ്യ ആശയങ്ങളും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ അത് ഫലിക്കുമായിരുന്നു. മുസ്ലിം ഉമ്മത്തിന് ആ പ്രഗത്ഭരായ സഹാബത്തെ കിറാമിൻ്റെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും മനസ്സിലാകുമായിരുന്നു. പക്ഷെ അത് നിർഭാഗ്യവശാൽ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതിലുള്ള ബെയ്ത്തുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ പ്രത്യേകിച്ച് അതിൽ ഒരു 4 ബെയ്ത്ത് കാണാൻ സാധിക്കും. വളരെ ആ സഹാബത്തെ കിറാമിൻ്റെ ധൈര്യത്തെയും സ്ഥൈര്യത്തെയും ലക്ഷ്യബോധത്തെയും പഠിപ്പിക്കുന്ന ബെയ്ത്തുകൾ. അതിൽ ഫസൽ ഹുനൈനം ഫസൽ ബദ്റം വസൽ ഉഹദ ഫി അൻവാഇ തഅദീബിഹിം വൽ ഹത്ഫു കൈഫ ജറ ഹുമുർ റിജാലു ബല ഹുമുൽ ജിബാലു ബല കദ്ദഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബ്ര. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തർബിയത്തിലൂടെയും തസ്കിയത്തിലൂടെയും മാറ്റിയെടുത്ത സമൂഹം ആ സഹാബത്തെ കിറാം. ഫസൽ ഹുനൈനം ഫസൽ ബദ്റം വസൽ ഉഹദ, ഹുനൈനിൻ്റെയും ഉഹദിൻ്റെയും ബദറിൻ്റെയും താഴ്വരയോട് ചോദിച്ചു നോക്കുവീൻ. വൽ ഹത്ഫ് കൈഫ ജറ,
എങ്ങനെയായിരുന്നു അവരുടെ ആ സമർപ്പണം, എങ്ങനെയായിരുന്നു, അവരെന്താണ് ചെയ്തത്. അവർ കേവലം മനുഷ്യർ മാത്രമായിരുന്നില്ല. ഹുമുർ റിജാലു ബല അർരിജാൽ, ആൺകുട്ടികൾ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതുമാത്രമല്ല, ഹുമുർ റിജാലു ബല ഹുമുൽ ജിബാലു ബല, അവർ മലകൾ പറയുന്നില്ലേ, ഈ കാര്യത്തിൽ ഇങ്ങനെ നമ്മൾ പ്രകൃതിച്ച് പറയും മലകളെപ്പോലെ, മലകൾ മാത്രവുമല്ല. ഹുമുൽ ജിബാലു ഹുമുർ റിജാലു ബല ഹുമുൽ ജിബാലു ബല കദ്ദഹിരി ഫീ ഹിമ്മത്തിൻ ബൽസാദത്തുൻ കുമുറ, അവരുടെ നിശ്ചയദാർഢ്യതയിൽ അവർ ഒരു കാലഘട്ടം പോലെയാണ്. ഒരു കാലഘട്ടം വന്നാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. ആ നിലക്ക് നിശ്ചയദാർഢ്യതയുള്ള, അള്ളാഹുൽ പരിപൂർണമായും യഖീനുള്ള യഥാർത്ഥ മനുഷ്യർ, അവരിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എണ്ണപ്പെടുന്ന ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു യുദ്ധം അള്ളാഹു നടത്തിയത്. അവിടെ പ്രത്യേകിച്ച് വൈൻ തത്തഖൂ വ തസ്ബിറു എന്ന് പറഞ്ഞു, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശം നീട്ടും, സഹായം ഇറക്കുമെന്ന് പറഞ്ഞു. അതാണ് മലക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കൾ ഇറക്കിയത്. എന്തിനു വേണ്ടിയാണ് ഈ ബദർ യുദ്ധം? അള്ളാഹു തന്നെ പറയുന്നു ഖുർആൻ ഷരീഫിലൂടെ എത്രയോ സൂറകളിലായിട്ട്, സൂറത്തുൽ അംഫാൽ, സൂറത്തുൽ ആലിംറാൻ, സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ മുജാദല പോലത്തെ സൂറകളിലൊക്കെ ഈ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സൂറത്തുൽ മുജാദല, സൂറത്തുൽ ദുഖാൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എത്രയോ ആയത്തുകളിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംഫാൽ പറയാണ്, യുരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ്ഖ അൻ യുഹിഖൽ ഹഖ്ഖ ബികലിമാതിഹി വയഖ്തഅ ദാബിറൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യുദ്ധം കൊണ്ട് എന്താ അള്ളാഹു ഉദ്ദേശിക്കുന്നത്? ലിയുഹിഖൽ ഹഖ്ഖ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ ആ ദീനിനെ സംസ്ഥാപനമാണ്, അത് ലോകത്ത് നടപ്പിലാക്കലാണ്. ആ യുദ്ധത്തിലൂടെ അള്ളാഹുവിൻ്റെ ദീൻ നടപ്പിലാക്കലാണ്. ലിയുഹിഖൽ ഹഖ് ബി കലിമാതിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ട്. വയഖ്തഅ ദാബിറൽ കാഫിരീൻ, സത്യനിഷേധികളുടെ വേരിറക്കാൻ വേണ്ടി. ഈ സത്യനിഷേധികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യനിഷേധികൾ ഹർബിയായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിലെ ഖുറൈശികൾ, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തീവ്രവാദികളും ഏറ്റവും വലിയ പിന്നെന്താ പറയുക ഫാസിസ്റ്റുകളുമായിട്ടുള്ള അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, അവരെ ആശയം, അവരെ ആദർശം മാത്രമേ ഈ ലോകത്ത് നടപ്പിലാകൂ. അള്ളാഹുവിനെ ആരാധിക്കുന്നവർ ഇവിടെ ജീവിക്കാൻ പാടില്ല എന്ന നിലക്കുള്ള ഒരു ആദർശമായത് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് വയഖ്തഅ ദാബിറൽ കാഫിരീൻ, സത്യനിഷേധികളുടെ ഈ ഹർബിയായിട്ട് സത്യനിഷേധികളുടെ വേരെടുക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ആ വേരെടുക്കപ്പെട്ടു. നമുക്കറിയാം സഹാബത്ത് കിറാം 313 ആയിരുന്നു, 319 വരെ കണക്കുണ്ട്. അതുപോലെ ചില സഹാബികൾ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉദർ കൊടുത്തുകൊണ്ട് 8 സഹാബികൾ മാറിയിട്ടുണ്ടായിരുന്നു. അതിൽ ഉസ്മാൻ അള്ളാൻ പോലും ഉണ്ട്. ഏതായാലും ഒരു 322 പിന്നെ പെണ്ണുങ്ങൾ, ഈ സമൂഹം ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനയും അള്ളാഹു റസൂൽ കൽപ്പനയും പാലിച്ചുകൊണ്ട് അവർ ഈ ഒരു യുദ്ധത്തിന് തയ്യാറായി. പ്രത്യേകിച്ച് 313 സഹാബത്ത് കിറാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹാബത്തെ കിറാമിലൂടെ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ യൗമുൽ തഖൽ ജംആൻ, യൗമുൽ ഫുർഖാൻ, യൗമുൽ തഖൽ ജംആൻ, ഖുർആൻ അതിന് വിട്ട പേരാണ് യൗമുൽ ഫുർഖാൻ, സത്യാസത്യ വിവേചന ദിവസം. യൗമുൽ തഖൽ ജംആൻ, 2 വിഭാഗം ആൾക്കാർ, സത്യത്തിൻ്റെയും തമസ്സിൻ്റെയും ആൾക്കാർ. സത്യത്തിൻ്റെ ആൾക്കാർ ഒരു ഭാഗത്ത്, അവരെല്ലാ നിലക്കുമുള്ള സർവ ആയുധ സജ്ജീകരണമായിട്ട് രംഗത്ത് വരുന്നു. മാത്രമല്ല അത്തത്തിൽ ഖുറൈശ് ബിജമീ ഖുയലായിഹ, എല്ലാ ആഡംബരപ്രിയരായിക്കൊണ്ട് ബത്തറുല്ലിന, ജനങ്ങൾ കാണിക്കാൻ വേണ്ടി എല്ലാ ആഡംബരങ്ങളും ആസ്വാദനങ്ങളും സർവ ആഡംബര സംഭരണിയുമായി അവർ വരികയാണ്. അതിലെതിർക്കാൻ ഏതാനും സഹാബികൾ, 313 സഹാബികൾ, എണ്ണം നോക്കുവാണെങ്കിൽ 1/3. അതുപോലെ തന്നെ ആയുധങ്ങളാണെങ്കിലോ തീരെ കുറവ്, ഏതാനും 1-2 ഒട്ടകങ്ങളും കുതിരയും ഏതാനും പരിചകളും മാത്രമുള്ള അവർക്കാണെങ്കിലോ ഇഷ്ടംപോലെ ഒട്ടകങ്ങൾ, അതൊക്കെ ഉണ്ട്. എല്ലാ നിലക്കും ആ കാലഘട്ടത്തിൽ ഏറ്റവും വൻ ആയുധ സജ്ജീകരണമായിട്ടാണ് കുഫ്രിൻ്റെ വക്താക്കൾ, തമസ്സിൻ്റെ വക്താക്കൾ, ഇരുട്ടിൻ്റെ വക്താക്കൾ വന്നു. പക്ഷേ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ ഇൻ്റർവെൻഷൻ, അള്ളാഹുവിൻ്റെ പരിപൂർണമായ ഇടപെടലോടുകൂടി അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങി, അള്ളാഹു സഹായിച്ചു. അങ്ങനെ ഏറ്റവും വലിയ ദ ഗ്രേറ്റസ്റ്റ് ഫ്രീഡം ഫൈറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസം വിജയിപ്പിച്ചു. ഇനി വിജയിച്ചിട്ടില്ലെങ്കിലോ
വിജയം ലഭിക്കാതെ അവസ്ഥ വന്നു പോയിരുന്നെങ്കിലോ? അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. വൈൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത ലൻ തുഅബദ് ഫിൽ അർദ് അബദ. ഇതുപോലത്തെ ചില വശങ്ങളൊക്കെ കാണാൻ സാധിക്കും ഹദീസിലൂടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് പറഞ്ഞത്? ഈ കൊച്ചു സംഘം എങ്ങാനും ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ, അവർക്ക് നാശം വന്നു പോവുകയാണെങ്കിൽ, അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമി ലോകത്ത് ആരും ഉണ്ടാകുന്നില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ, ലോകത്തിൻ്റെ ഗതി മാറ്റിയ, ലോകത്തിൻ്റെ ചരിത്രം മാറ്റിയ, മുസ്ലിം ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെ കുറേ മനസ്സിലാക്കാനുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. അപ്പോൾ നാട്ടിലൊക്കെ അത് ആവേശം ജനിപ്പിച്ചുകൊണ്ട് സത്യനിഷേധികളെ കൊല്ലാമെന്ന യുദ്ധം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകാറുണ്ട്. ചില പ്രാസംഗികന്മാരും അതുപോലെ തന്നെ ചില ഖാദികന്മാരൊക്കെ പറഞ്ഞു പോകാറുണ്ട്. സത്യനിഷേധികളെ കൊല്ലാമെന്നതല്ല, സത്യനിഷേധികളിൽ, കുഫറിൻ്റെ വക്താക്കളിൽ ഹർബിയായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിച്ച കൂട്ടരെ അവരുടെ വേരെറുക്കാൻ വേണ്ടി വന്നതാണ്. എന്തുകൊണ്ട്? ഇഷ്ടംപോലെ സത്യനിഷേധികൾ, കാഫിര്യങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ. പ്രവാചകർ സ്വല്ലല്ലാഹു മദീനത്ത് ഇഷ്ടംപോലെ കാഫിര്യങ്ങളുണ്ടായിരുന്നു. അവർക്കൊന്നും ആ പ്രശ്നങ്ങളില്ല. പക്ഷേ കാഫറായിക്കൊണ്ട്, ഹർബിയായിക്കൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ച അതിൻ്റെ നേതാക്കന്മാർ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, അതാണ് ഫെനാറ്റിസം, അതാണ് ഫാസിസം. ഞങ്ങൾ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധമായിരുന്നു അത് ബദർ യുദ്ധം. അതിൻ്റെ ആത്മീയവശം കുറേ പഠിക്കാനുണ്ട്, അതുപോലെ ബുദ്ധിവശം കുറേ പഠിക്കാനുണ്ട്. അത് മാത്രവുമല്ല, ഈ യുദ്ധത്തിൽ കുറേ പാഠം പഠിക്കാൻ നമുക്കുണ്ട്. എന്താ? ആ സഹാബത്ത് കിറാം അചഞ്ചലമായ വിശ്വാസം. അസ്സാബിഖുൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൻ. ഖുർആൻ പറഞ്ഞതുപോലെ അസ്സാബിഖുൽ അവ്വലൂൻ, എല്ലാ നിലക്കും നന്മയിൽ മുൻകടന്നു പോയ ആ പ്രവാചകരുടെ ശിഷ്യഗണങ്ങൾ, സഹാബികൾ, അതിൽ അൻസാറും മുഹാജികളുമുണ്ട്. അവർ പിൻപറ്റിയവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ട്. അള്ളാഹ് പൊരുത്തപ്പെട്ടവരാണ്. അപ്പോൾ ആ നിലക്ക് യഥാർത്ഥ ആ പ്രഗത്ഭരായ സഹാബത്ത് അനുധാവനം ചെയ്യേണ്ടതുണ്ട്. അവരുടെ യഥാർത്ഥ തൗഹീദ്, യഥാർത്ഥ മുവഹിദായി ജീവിക്കേണ്ടതുണ്ട്. യഥാർത്ഥ യഖീൻ ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുൽ തവക്കലാക്കേണ്ടതുണ്ട്. സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങും. പ്രത്യേകിച്ച് വൈൻ തത്തഖൂ വതസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ തഖ്വ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾക്ക് ഇതിൽ പാഠമുണ്ട്. തൗഹീദ് പാഠമുണ്ട്. അതുപോലെ ഐക്യം, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശത്രുക്കൾ പ്രതിരോധിച്ചു, അവിടെയും പാഠമുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഭൗതികമായ നമ്മുടെ വിഷയങ്ങളൊക്കെ, നമ്മുടെ അറിവ്, നമ്മുടെ ഉപകരണങ്ങൾ, നമ്മുടെ ആയുധങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി അന്നുണ്ടായിരുന്നത് ഉപയോഗപ്പെടുത്തി കേവലം അള്ളാഹുവിന് ഒരു നിമിഷം കൊണ്ട് കാര്യങ്ങൾ, ഒരു മലക്കിന് ചിറക് മാത്രം മതി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്ബാബിലൂടെ ഖിയാമത്ത് നാൾ വരെ നിൽക്കേണ്ട ദീനിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രവാചക ശ്വാസം പ്രാർത്ഥന മാത്രം മതി, അവർ നശിപ്പിച്ചു കളയും. പക്ഷേ അവിടെ അങ്ങനെയല്ല ചെയ്തത്. അവരുടെ പരീക്ഷണ വിധേയമാക്കി. സഹാബത്ത് കിറാമിനെ പരീക്ഷണ വിധേയമാക്കിയപ്പോൾ ആ പരീക്ഷണ വിധേയത്തിൽ അവർ വിജയിച്ചു. അവർ ഷഹീദായി. ശത്രുക്കൾ കുറേ കൊല്ലപ്പെട്ടു. ഈ നിലക്കുള്ള വളരെ ചരിത്രബോധം നൽകുന്ന, നമ്മൾ കുറേ പാഠം പഠിക്കേണ്ട അതിമഹത്തരമായ ഒരു മിറാക്കുലസ്, ഒരു അത്ഭുതകരമായ സംഭവമാണ് ബദർ യുദ്ധം. ആ നിലക്ക് ബദർ യുദ്ധത്തെ മനസ്സിലാക്കുക, അതിന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് റമളാൻ മാസത്തിൽ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുക, നമ്മുടെ തഖ്വയും ക്ഷമയും വർദ്ധിപ്പിക്കുക. ആ നിലക്ക് നമ്മൾ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് ബദറിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ബദരീങ്ങളെ സ്നേഹിക്കുന്ന, ആ ബദരീങ്ങളുടെ ആദർശവും ആശയം സ്വീകരിച്ചുകൊണ്ട് ബദരീങ്ങളെ പിൻപറ്റുന്ന യഥാർത്ഥ മുത്തബിഉൽ ബദ്രിയീൻ ആക്കി അള്ളാഹു നമ്മൾ മാറ്റുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.